നമ്മൾ പറയുന്ന സ്റ്റോറിയിൽ എങ്ങനെയാണ് ഇമോഷൻ ആഡ് ചെയ്യുക? അതിപ്പോൾ സ്റ്റോറി എന്ന് പറയുമ്പോൾ അതൊരു വീഡിയോയിലാവാം, അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പറോട് സംസാരിക്കുന്ന സമയത്താവാം. എന്തു തന്നെയാണെങ്കിലും ഒരു ഇമോഷൻ ആഡ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ അതൊരു മികച്ച സ്റ്റോറിയായി മാറുകയുള്ളൂ. പിന്നെ ഇമോഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഡ്രാമയല്ല, നമ്മളങ്ങ് അഭിനയിച്ച് കാണിക്കുകയല്ല ചെയ്യേണ്ടത്. പകരം നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് നമ്മുടെ ഓഡിയൻസിന് ഫീൽ ചെയ്യണം. അതിനെയാണ് ഇമോഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ മലയാളി ബിസിനസ് ഓണേഴ്സിന് ഈ ഒരുപാട് ടൈം അങ്ങനെ വേസ്റ്റ് ചെയ്യാനൊന്നും സമയമില്ല. അവർക്കെല്ലാം വളരെ പെട്ടെന്ന് അറിയണം, സിമ്പിളായിരിക്കണം, അവർക്ക് റിലേറ്റ് ചെയ്യണം. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അവർക്കൊരു സ്റ്റോറി ആയിട്ട് അത് ഫീൽ ചെയ്യുന്നത്. നമ്മൾ പറയുന്ന സ്റ്റോറീസ് ചിലപ്പോൾ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് വരത്തില്ല. ആ ഫീലിംഗ് വരുത്താൻ ആവശ്യമായ ഇമോഷൻസ് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ് ഒരു സ്റ്റോറി ടെലറുടെ, ഒരു ബിസിനസ് സ്റ്റോറി ടെലറുടെ ഏറ്റവും വലിയ കഴിവ്. നമുക്കെല്ലാവർക്കും നന്നായിട്ട് സംസാരിക്കാൻ അറിയാൻ പറ്റും, അതിനകത്തല്ല ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാവും. കുറവ് വരുന്നത് ഫീലിങ്സാണ്. ഞാൻ 100ഓളം മലയാളികളായ ബിസിനസ് ഓണേഴ്സിനെ ബിസിനസ് സ്റ്റോറി ടെല്ലിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഞാൻ ഈ പറയുന്ന ഒരൊറ്റ കാര്യമാണ്, ഈ ഒരു എലമെൻ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവരുടെ എൻ്റയർ സ്റ്റോറി സ്ട്രക്ചർ അത് മാറിയിട്ടുണ്ട്. മാത്രമല്ല ആൾക്കാരുമായിട്ട്, ഓഡിയൻസുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ 3 കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ആദ്യത്തേത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ വേണം ഒരു ബിഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. വലിയ ടെക്നിക്കൽ ജാർഗൺസ് ഒന്നും യൂസ് ചെയ്യേണ്ട. സാധാരണയായിട്ട് പറഞ്ഞാൽ ഇവിടെ എനിക്കിതൊരു മുട്ടൻ പണി കിട്ടി, ഇതെൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു, എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായി, എനിക്ക് നല്ല പണി കിട്ടിയെന്നാണ് തോന്നുന്നത്, എടാ എനിക്കിതാണ് ഏറ്റവും മികച്ച അഭിമാന നിമിഷം. ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഡെയിലി നമ്മുടെ ടീമിൻ്റെ അടുത്തൊക്കെ യൂസ് ചെയ്യുന്ന വാക്കുകൾ, നമ്മുടെ ബിസിനസ്സിനകത്ത് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കും. ഈ വാക്കുകൾ അവരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് നമ്മൾ ഉദ്ദേശിക്കുന്ന റിയൽ ഫീലിലേക്ക് അത് കൊണ്ടുവരാൻ സഹായിക്കും. ഇത് കേട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും വിഷമിക്കും. ഈ പോസ് ഉണ്ടല്ലോ, ഈ ഒരു 1/2 സെക്കൻഡ് പോസ്, അത് നമുക്ക് നല്ല ഡെപ്ത് കൊണ്ടുവരും. നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമോഷണൽ ഇവോക്ക് ചെയ്യുന്നൊരു വാക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ബോധപൂർവം ഒരു പോസ് കൊണ്ടുവരിക, ചെറിയൊരു ഡിലേ കൊണ്ടുവരിക. അതൊരുപാട് വലിയ ഡിലേയിൽ ചെറിയൊരു ഡിലേ. ഇത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഇമോഷനുമായിട്ട് റിയലായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ടൈം സ്പേസ് നൽകും. ആ സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3ാമത്തെ കാര്യമാണ് വിഷ്വൽ ഡീറ്റെയിലിംഗ്. എനിക്ക് ടെൻഷനാകുന്നു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് എൻ്റെ കൈകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി, എൻ്റെ കൈകളുടെ ഉള്ളം കൈക്ക് വേർത്തു തുടങ്ങി, എൻ്റെ ഹൃദയമിടിപ്പ് കൂടി, എൻ്റെ നെറ്റിയിലൂടെ ഇങ്ങനെ ഒരു വേർപ്പ് ഇങ്ങനെ ഒലിച്ചിറങ്ങി തുടങ്ങി. നമ്മളിത് പറയുന്ന സമയത്ത് അവർക്ക് ആ ഒരു റിയൽ ഫീൽ, വി ആർ ആക്ച്വലി പെയിൻറ്റിങ് ദ പിക്ചർ. എനിക്ക് ടെൻഷനായി എന്ന് പറയുന്നതിനേക്കാളും എത്രയോ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഈ പറയുന്ന ഫീലിങ്സ് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളൊരു സ്റ്റോറി പറയുമ്പോൾ, ഒരു ബിസിനസ് സ്റ്റോറി പറയുന്ന സമയത്ത് കുറച്ച് വിഷ്വൽ ഡീറ്റെയിലിംഗ് കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറീസ് കുറച്ചുകൂടെ ഇമോഷണൽ ആവും. ഇമോഷണൽ ആവുമ്പോൾ അത് ഹ്യൂമെയിൻ ആവും. അത് ആൾക്കാർക്ക്, ഹ്യൂമൻസിന്, അതായത് മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങും. മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങേണ്ട ആവശ്യമുണ്ട്, കാരണം നമ്മൾ വിൽക്കുന്നത് മനുഷ്യർക്കാണ്. അപ്പോൾ ഇനിയുള്ള ബിസിനസ് സ്റ്റോറി ടെല്ലിംഗ് നിങ്ങളെപ്പോഴും ഇമോഷണലി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിന് ഈ 3 ടിപ്സ് യൂസ് ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജ് അയയ്ക്കുക. പിന്നെ ഇത് പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കുക. ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സഹായം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റോറിപ്രണർ ഹബിൻ്റെ അടുത്തൊരു സെഷനിലേക്ക് നിങ്ങൾ വരിക.